ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SS മെയിലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 078/2024 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. വുമൺ പോലീസ് കോൺസ്റ്റബിളിലേക്ക് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിൻ്റെ പ്രൊവിഷൻ ആൻസർ കീയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. താഴെ പറയുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 2, 3, 4. അപ്പോൾ LDCക്കാരോടാണ് പറയുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം ശ്രദ്ധിച്ച് പഠിച്ചോളുണ്ട്. കാരണം കഴിഞ്ഞ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ നിന്ന് ചോദ്യമുണ്ടായിരുന്നു. UP ടീച്ചർ ഡേന് എക്സാമിന് വന്നിരുന്നു. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതാണ്. ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. അതിൽ നിന്ന് ഏതുമായിട്ടൊക്കെയാണ് ഏറ്റവും കൂടുതൽ തവണ PSC ചോദിച്ചിട്ടുള്ളത്, അതല്ലെങ്കിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് ആവർത്തിച്ച് വന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് ഒരു ബുക്കിലേക്ക് മാറ്റി എഴുതുക. അതിനുശേഷം ആ ഭാഗം കൃത്യമായിട്ട് തന്നെ പഠിച്ചതിന് ശേഷം മാത്രം ബാക്കിയുള്ളതിലേക്ക് കടക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് ഒന്നും കൂടി സ്കോർ ചെയ്യാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യം ചെയ്യാം, ഞാൻ വെറുതെ ഒരു മെത്തേഡ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം എന്തായാലും നിങ്ങളൊന്ന് നോക്കി വെച്ചോളൂ, ചോദിക്കാൻ സാധ്യതയുണ്ട്. സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ തന്നെ ആയിരിക്കും ചോദ്യം ചോദിക്കുക. രണ്ടാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ 4 പ്രധാന സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളും താഴെ നൽകുന്നു. അവ ചേരുംപടി ചേർക്കാനാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ് വന്നിട്ടുള്ളത്. 1C, 2D, 3A, 4B. മൂന്നാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഗണനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് തന്നിട്ടുള്ളത്. 2, 1, 4, 3. നാലാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. അഞ്ചാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ എ വിഭാഗത്തിലെ ബന്ധം മനസ്സിലാക്കി ബി വിഭാഗം ഉത്തരം കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. കൻവർസിംഗും ഷാമലും. ആറാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. 1ഉം 3ഉം. കരിമ്പ് കൃഷി, പരുത്തി കൃഷി എന്നിവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാകുന്നത് ഏത് പാറ പൊടിഞ്ഞാണ്? SCRTയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നു, കാരണം കുറെ ആയത് നോക്കിയിട്ട്, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക, SCRTയിൽ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആൻസർ ഓപ്ഷൻ എ ആണ്. ബസാൾട്ട് ആണ്. താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. കാർബൺ ഡയോക്സൈഡ് ആണ്. ഉത്തര രാജസ്ഥാന് ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച ഇന്ദിരാ കനാൽ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. സത്ലജ്. പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കൊടൈക്കനാൽ ആണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ലക്ഷദ്വീപ്. 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 107. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 4. 14ാമത്തെ ചോദ്യം, താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഏഷ്യൻ വികസന ബാങ്ക്, ബെയ്ജിംഗ്. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ നരേന്ദ്ര മോദി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി പീച്ചി. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ സി 1, 2, 3, 4 ശരിയാണ്. 18ാമത്തെ ചോദ്യം, ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ 1950. ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 3 പ്രസ്താവനകൾ മാത്രം.
കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി നിലവിൽ വന്ന കമ്മീഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കേരള സംസ്ഥാന ലോകായുക്ത. അതുപോലെ തന്നെ LDC തയ്യാറെടുക്കുന്നവരോടായിട്ട് പ്രധാനപ്പെട്ടിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് അത് വേണം നിങ്ങൾ ആദ്യം എഴുതി തുടങ്ങാൻ. ഇപ്പോൾ ചിലർക്ക് മാത്സ് ആയിരിക്കും എളുപ്പം, ചിലർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും, മലയാളമായിരിക്കും, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. ഏതാണോ നിങ്ങൾക്ക് ആദ്യം എളുപ്പം അത് എഴുതാൻ ശ്രമിക്കുക. കാരണം പറയാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളായതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് കൂടി മാർക്ക് മിസ്സാവാൻ കാരണമാവുക മാത്രമായിരിക്കും അത് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് മാത്സ് ആണോ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആണോ, മലയാളമാണോ, കറണ്ട് അഫയേഴ്സ് ആണോ, അല്ലെങ്കിൽ ഇനി മറ്റേതോ ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുക എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതി തുടങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ 21ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കേരള സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്ത പദ്ധതി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ നവകേരള സദസ്സ്. അനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക. ആൻസർ ഓപ്ഷൻ സി. പ്രസ്താവന 3 തെറ്റാണ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ സി. കർത്തവ്യ പത്ത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക. ആൻസർ ഓപ്ഷൻ ബി. പ്രസ്താവന 3 തെറ്റാണ്. കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ഡി. നിരാമയ പദ്ധതി. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ എ. പ്രസ്താവന 3 തെറ്റാണ്. സൂര്യന്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 2013 സെപ്റ്റംബറിൽ വിജയകരമായി വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏത്? ആൻസർ ഓപ്ഷൻ ബി. ആദിത്യ L1. 29ാമത്തെ ചോദ്യം. 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ എ. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇന്ത്യ ഗവൺമെന്റിന്റെ മുഖ്യ നിയമോപദേശകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി. അറ്റോർണി ജനറൽ. മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി. ഡിസ്ട്രോഫിൻ. ഏത് വിറ്റാമിന്റെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാകുന്നത്? ആൻസർ ഓപ്ഷൻ സി. വിറ്റാമിൻ ഡി. വൈഡൽ പരിശോധന അല്ലെങ്കിൽ വൈഡൽ ടെസ്റ്റ് ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നതാണ്? ആൻസർ ഓപ്ഷൻ ബി. സാൽമണല്ല ടൈഫി. ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ ആര്? ആൻസർ ഓപ്ഷൻ ഡി. സത്യനാരായണ ബേളേരി. ശബ്ദത്തിന് പരമാവധി വേഗത ലഭിക്കുന്നത് താഴെ പറയുന്ന ഏത് മാധ്യമത്തിലാണ്? ആൻസർ ഓപ്ഷൻ സി. അലുമിനിയം. കഴിഞ്ഞ ചോദ്യത്തിനും അതായത് UP എക്സാമിനും ഇതേ ചോദ്യം ഉണ്ടായിരുന്നു. അതിൽ ഖരം, ദ്രാവകം, വാതകം എന്നുള്ളതായിരുന്നു. മറിച്ച് ഇവിടെ എത്തുമ്പോഴേക്ക് അതിന് കൃത്യമായിട്ട് ഖരത്തിന് അലുമിനിയം എന്നുള്ളത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൽ നിന്നും ചോദ്യങ്ങൾ ആവർത്തിക്കാം. 38ാമത്തെ ചോദ്യം. ലാസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ. അൾട്രാ വയലറ്റ്. ഭൂഗുരുത്വം മൂലമുള്ള ത്വരണത്തിന്റെ വില ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി. ധ്രുവം. ISRO അല്ലെങ്കിൽ ഇസ്രോയുടെ
അഭിമാന പദ്ധതിയായ ചാന്ദ്രയാൻ 3ന്റെ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി ഓഗസ്റ്റ് 23, 2023. അപ്പോൾ ചാന്ദ്രയാനെ കുറിച്ച് പഠിച്ചോളൂ, PSC ചോദിക്കും. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറും ഉള്ള മൂലകങ്ങളെ പറയുന്ന പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ഐസോബാറുകൾ. താഴെ തന്നിരിക്കുന്നവയിൽ അയോണീകരണ ഊർജം ഏറ്റവും കൂടുതൽ ഉള്ള മൂലകം ഏത്? ആൻസർ ഓപ്ഷൻ സി നൈട്രജൻ. ലൂയിസ് ക്ഷാരത്തിന് ഒരു ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ എ NH3. ടൈറ്റാനിയം ഡയോക്സൈഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ധാതു ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഇൽമനൈറ്റ്. ഭൈരവി കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി പടയണി. കിളിക്കാലം ആരുടെ ആത്മകഥയാണ്? ആൻസർ ഓപ്ഷൻ ബി P. വത്സല. വാട്ടർ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിലെയും ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 7. ആയുർവേദ വൈദ്യസമ്പ്രദായത്തെക്കുറിച്ചുള്ള ഗ്രന്ഥമായ ശരചന്ദ്രിക രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ പരവൂർ കേശവൻ ആശാൻ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി വി ഷിനിലാൽ. മികച്ച മലയാള ചിത്രത്തിനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ഹോം സംവിധാനം ചെയ്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി റോജിൻ തോമസ്. 51ാമത്തെ ചോദ്യം മാത്സ് ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ആൻസർ മാത്രം നോക്കി പോവാം. 51ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 52ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 53ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 54ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 55ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 56ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 57ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 58ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 59ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 60ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇംഗ്ലീഷ് ആണ്. 61ന്റെ ആൻസർ ഓപ്ഷൻ എ കുഡ് ഹാവ് മെറ്റ് ഹിം. 62ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി. 63ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. 64ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി. 65ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. 66ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. 67ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി. 68ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ. 69ന്റെ ആൻസർ ഓപ്ഷൻ ഡി. 70ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ. ഇനി മലയാളം ചോദ്യങ്ങളാണ്. ശരിയായ രൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കൈയെഴുത്ത്. നെന്മണി എന്ന പദം പിരിച്ചെഴുതുക. PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ് നെല്ല് പ്ലസ് മണി. വ്യാകരണം അറിയാവുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ വൈയാകരണൻ. ചിലർ എന്ന പദം ഏത് വചനമാണ്? ആൻസർ ഓപ്ഷൻ സി അലിംഗ ബഹുവചനം. പല്ലവപ്പുടം വിഗ്രഹിക്കുക എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് പല്ലവത്തിന്റെ പുടം. സമാന പദം എഴുതുക. മഞ്ഞ്. ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രാലേയം. മാൻ എന്ന വാക്കിന്റെ പര്യായം ഏത്? ആൻസർ ഓപ്ഷൻ സി ഏണം. ചേർത്തെഴുതുക. ച പ്ലസ് ഉന്നു. ആൻസർ ഓപ്ഷൻ എ ആണ് ചാകുന്നു. ശരിയായ വാക്യം ഏത്? ആൻസർ ഓപ്ഷൻ ഡി. നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. നിങ്ങൾ ഓർക്കുക, നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. സുപ്രസിദ്ധം എന്ന പദത്തിന്റെ വിപരീതം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കുപ്രസിദ്ധം. 81ാമത്തെ ചോദ്യം മോചനദ്രവ്യം. അതായത് ഇത് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുള്ള 20 ചോദ്യങ്ങളായിരിക്കും. ഇനി LDCക്കൊന്നും പ്രിപ്പയർ ചെയ്യുന്നവർ കാണേണ്ട ഒരു കാര്യമില്ല. ഞാൻ എന്തായാലും ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഭാഗമായതുകൊണ്ട് എടുത്തു പോവുകയാണ്. എക്സാം എഴുതിയിട്ടുള്ളവർക്ക് നോക്കാമെന്ന് മാത്രം. മോചനദ്രവ്യം ആവശ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള തട്ടിക്കൊണ്ടുപോകൽ എന്ന കുറ്റത്തിന് ശിക്ഷ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞിട്ടുള്ളവയെല്ലാം.
എ എന്ന ആൾ ബിയെ കൊല്ലുന്നതിന് വേണ്ടി ഒരു കുപ്പി വെള്ളത്തിൽ വിഷം ചേർത്ത് വെച്ചു. ആ വെള്ളം സി എടുത്തു കുടിച്ചു മരിച്ചു. ഇവിടെ എ ചെയ്ത കുറ്റം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കുറ്റകരമായ നരഹത്യ. വാക്യം 1ഉം 2ഉം തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായത് ഏതാണ് അല്ലെങ്കിൽ തെറ്റേതാണെന്നുള്ളതായിരുന്നു. 83ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. മേൽപ്പറഞ്ഞ വാക്യങ്ങൾ 1ഉം 2ഉം ശരിയാണ്. 84ാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. കോവിഡ് രോഗി രോഗവിവരം മറച്ചു വെച്ച് ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ഇനി വരുന്ന ഏതെങ്കിലും ടെസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചോളൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിവരാവകാശ നിയമം 2005 പ്രകാരം ഈ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരം ഏത്? ഇത് ചിലപ്പോൾ LDCക്ക് ചോദിക്കാം. 85ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ എ, ബി, സി. 86ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ. 87ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ. ഇത് വേണമെങ്കിൽ ഒന്ന് നോക്കി വെച്ചോളൂ LDCക്കാർ. വിവരാവകാശം നമുക്ക് വരുന്നൊരു ഭാഗമായതുകൊണ്ടാണ് പറയുന്നത്. 88ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി. 89ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. 90ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. 91ന്റെ ആൻസർ ഓപ്ഷൻ ബി. 92ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. 93ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി. 94ന്റെ ആൻസർ ഓപ്ഷൻ ഡി. 95ന്റെ ആൻസർ ഓപ്ഷൻ സി. 96ന്റെ ആൻസർ ഓപ്ഷൻ ബി. 97ന്റെ ആൻസർ ഓപ്ഷൻ സി. 98ന്റെ ആൻസർ ഓപ്ഷൻ എ. 99ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. 100ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ LDC എഴുതുന്നത് റിവിഷൻ എന്ന രീതിയിലായാൽ പോലും ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ ഉള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മലയാള മനോരമയിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏതോ ആയിക്കോട്ടെ, ഏതെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്ത് പഠിക്കുക. മാക്സിമം നിങ്ങൾ തൊഴിൽ വീതിയോ തൊഴിൽ വാർത്ത അങ്ങനെ ഏതെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലെ ക്വസ്റ്റ്യൻസും കൂടി നോക്കുക. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, അതിലെല്ലാ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ഭയങ്കര ടൈറ്റ് ആയിട്ടൊക്കെ തോന്നാം. കാരണം അവർക്ക് തോന്നിയത് എന്തൊക്കെ എടുത്തിടുന്നുണ്ട്. അങ്ങനെ ചില സ്വഭാവമുള്ള ടീമുകളാണ് ഈ തൊഴിൽ വാർത്തയായാലും തൊഴിൽ വീതി ആയാലും ഇനി മറ്റേത് പ്രസിദ്ധീകരണമായാലും. അപ്പോൾ നിങ്ങൾ നോക്കി ചെയ്യണം. അതായത് അതിൽ നിന്ന് ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിച്ചാലോ, അങ്ങനെ ഒരു സാധ്യത കൂടിയുണ്ട്. അത് കരുതി നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ പഠിച്ചതിൻ്റെ കോൺഫിഡൻസ് കളയാൻ വേണ്ടി അത് ഉപയോഗിക്കരുത്. കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. അതായത് അതിലെ ടൈറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് നോക്കിയിരിക്കുക. കാരണം അഥവാ ആ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് മിസ്സാവരുത്. അല്ലാതെ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ടെൻഷൻ അടിക്കരുത്. ഇനി സമയം കുറവാണ്. അപ്പോൾ പഠിച്ച് തുടങ്ങാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് പോയി എക്സാം എഴുതുക. നമ്മുടെ തലവര നല്ലതാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രീവിയസ് ഇയറിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അങ്ങനെ ലിസ്റ്റിൽ കയറാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇനിയും നോക്കി തുടങ്ങാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് നോക്കുക. അതേപോലെ പത്രങ്ങളിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറും പത്രങ്ങളൊക്കെ ഒന്ന് വായിക്കാനും ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.